കഥകളിയുടെ അരങ്ങിലെ ദേവി. കേരളത്തിന്റെ കലാചരിത്രത്തിൽ മായാത്ത അടയാളമാണ് കഥകളി. ആ ചരിത്രത്തിൽ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിനും ഒരു സ്ഥാനമുണ്ട്. ശൈലേശ്വരി മൃദംഗ ശൈലേശ്വരി, ശൈലേശ്വരി മൃദംഗ ശൈലേശ്വരി, ഭക്തി സംഗീതം നൽകും സനാതനി. കോട്ടയം രാജാവ് കഥകളിയുടെ രൂപകൽപ്പനയിൽ മുഴുകിയിരുന്ന കാലം. എന്നാൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ വേഷത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അവസാനം അദ്ദേഹം തന്റെ ആരാധനാമൂർത്തിയായ മൃദംഗ ശൈലേശ്വരിയോട് പ്രാർത്ഥിച്ചു. ഭക്തി സംഗീതം നൽകും സനാതനി. കഥകളിയുടെ ചരിത്രമെടുത്താൽ കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം എന്ന ഒരു കലാരൂപം കേരളത്തിന് നൽകിയപ്പോൾ കൃഷ്ണനാട്ടത്തിനും രാമനാട്ടത്തിനും ശേഷം കഥകളി എന്ന രൂപത്തിലേക്ക് കേരളത്തിൻ്റെ കലാ പ്രതീകമായിട്ടുള്ള ഒരു വിശ്വകല കേരളത്തിന് നൽകിയത് കോട്ടയത്ത് തമ്പുരാനാണ്. അദ്ദേഹം വിഖ്യാതമായിട്ടുള്ള 4 ആട്ടക്കഥകൾ, ഭഗവതം, കിർമീരവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച, കാലകേവധം എന്നീ 4 ആട്ടക്കഥകൾ ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് രചിച്ചത്. ക്ഷേത്രത്തിൽ കഥകളി ഏറ്റവും വിശേഷമായിട്ട് വന്നത് ആ ഒരു രീതിയിലാണ്. തമ്പുരാൻ ഈ 4 ആട്ടക്കഥകൾ രചിക്കുകയും അത് കഥകളിയായി അരങ്ങേറുകയും ചെയ്ത് ചരിത്രമായി മാറിയ ഒരു മഹാക്ഷേത്രമാണ് ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. ലോകത്ത് കഥകളി എവിടെ അവതരിപ്പിക്കപ്പെടുമ്പോഴും കഥകളിയുടെ വന്ദന ശ്ലോകത്തിലൂടെ ശ്രീ മൃദംഗ ശൈലേശ്വരിയും ശ്രീ പോർക്കലി ദേവിയും സ്തുതിക്കപ്പെടുന്നു. അത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണിത്. ഇന്ദുമൗലി പത്നി ശ്രീലകത്തിൽ ഇന്നുമെൻ മാനസ നിളമന്ദമൊഴുകി, ഇന്ദുമൗലി പത്നി ശ്രീലകത്തിൽ. വിശ്വാസം പറയുന്നത് ക്ഷേത്രകുളത്തിൽ നിന്ന് ദേവി സ്വയം പ്രത്യക്ഷപ്പെട്ടുവെന്നാണ്. പൂർണ്ണമായ കഥകളി വേഷത്തിലും അലങ്കാരത്തിലും ആ ദർശനത്തിൽ നിന്നാണ് സ്ത്രീ കഥാപാത്രങ്ങളുടെ വേഷരീതി രൂപം കൊണ്ടതെന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ മൃദംഗ ശൈലേശ്വരി ഒരു ദേവി മാത്രമല്ല, കേരളത്തിന്റെ കലാപാരമ്പര്യത്തിന്റെ നിശബ്ദ പ്രചോദനവുമാണ്. നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവം മീനത്തിലെ പൂരം അതായത് 7 ദിവസം. അതാണ് നമ്മൾ മേടത്തിലെ പൂരത്തിനാണ് ഇവിടെ പ്രധാനപ്പെട്ട ദിവസം. അതുപോലെ തന്നെ പ്രതിഷ്ഠാ ദിനം, പിന്നെ കുംഭമാസം പ്രതിഷ്ഠാ ദിനമുണ്ട്, അത് 2 ദിവസത്തെ പരിപാടി ഉണ്ടാവും. അതുപോലെ നവരാത്രി നല്ലൊരു പരിപാടിയായിരിക്കും. നമുക്ക് 9 ദിവസവും നല്ല രീതിയിലുള്ള ഭക്തജനങ്ങൾ കൂട്ടായ്മയോട് കൂടിയിട്ട് നല്ല പരിപാടികൾ നടത്തുന്നുണ്ട്. നമ്മൾ ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അരങ്ങേറ്റം പോലെയുള്ള നമ്മളെ ദേവി ഒരു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇതായതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അരങ്ങേറ്റവും പരിപാടിയും ഇപ്പം നടന്നു വരുന്നുണ്ട്.